ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ഡബോ വേൾഡ് എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് വീണ്ടും ഒരു സെൻറ്റർ ക്ലിപ്പ് തന്നെയാണ് കേട്ടോ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ നമ്മൾ കുറച്ച് സ്റ്റോൺസ്, ഐ ഷേപ്പ് സ്റ്റോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഒരു അക്രിലിക് ഫ്ലവർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് അക്രിലിക് ഫ്ലവർ മൾട്ടി കളർ വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഞാനിത് എടുക്കാൻ കാരണം ഏത് ഡ്രസ്സിലേക്കും പോകുമല്ലോ എന്ന് ഉദ്ദേശിച്ചിരുന്നതാണ്. പിന്നെ നമ്മൾ ഗിയർ വയർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിത് യൂസ് ചെയ്യുന്നത് ഗിൽട്ടർ ഫാബ്രിക് ആണ് കേട്ടോ, ഗിൽട്ടർ ഷീറ്റ് അല്ല. ഗിൽട്ടർ ഷീറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. ഇത് ഗിൽട്ടർ ഫാബ്രിക് ആണ്, ഒന്നുകൂടി ഫ്ലെക്സിബിളാണ്, കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉള്ളതാട്ടോ. പിന്നെ നമ്മുടെ B7000 ഗ്ലൂവും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം നമ്മുടെ ഈ സെൻട്രൽ ക്ലിപ്പിന്മേ നമ്മുടെ ഈ ഗിൽട്ടർ ഷീറ്റാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതല്ലാതെ ചെയ്യുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യണതാണ്. ഗിൽട്ടർ ഷീറ്റ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. എനിക്ക് ഒന്നും കൂടി നന്നായിട്ട് ഒട്ടിയിരിക്കാനും നല്ല സെറ്റായ പോലെ ഇരിക്കുന്നതൊക്കെ നല്ലത് നമ്മളുടെ ഗ്ലിറ്റർ ഫാബ്രിക് ആയിരിക്കും. റേറ്റ് കൂടുതലാണെങ്കിലും നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റാണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തത്. എൻ്റെ അടുത്ത് 2-3 കളേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ആ ഫ്ലവറിനോട് കുറച്ച് മാച്ച് ചെയ്ത് പോകുന്ന രീതിയിലുള്ളൊരു കളർ ഞാൻ ചൂസ് ചെയ്തതേ ഉള്ളൂ. ആ ഫ്ലവറും പല കളറും ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ B7000 ഗ്ലൂ, നമ്മുടെ താരം വന്നിട്ടുണ്ട്. നമ്മളെല്ലായിടത്തും നന്നായിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്റ്റിക്കായിരിക്കണ്ടേ, അപ്പം അതുകൊണ്ട് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെ ഒരു പിച്ചുക്കത്തരോ കാണിക്കണ്ട, നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ സെൻറ്റർ ക്ലിപ്പിൻ്റെ മീതെ ഒട്ടിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. സെൻറ്റർ ക്ലിപ്പിൻ്റെ മീതെ വെച്ച് വേഗം ഒട്ടിക്കോളും. ഫാബ്രിക് ആണെങ്കിൽ, ഗിൽട്ടർ ഷീറ്റ് ആണെങ്കിൽ ഒട്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഫെൽറ്റ് ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മീതെ ഗിൽട്ടർ ഷീറ്റ് ഒട്ടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. ഞാൻ ഇതുപോലൊരു പീസ് ഗിയർ വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ആദ്യം ഒരു സിൽവർ ബോളാണ് യൂസ് ചെയ്യുന്നത്. സിൽവർ ബീഡാണ് കേട്ടോ, സിൽവർ കളർ ബീഡാണ്. അത് കുറച്ച് വലിപ്പമുള്ള ബീഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് പിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നല്ല വൃത്തിക്ക് തന്നെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് പിരിച്ചു കൊടുക്കുക. നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണുന്നില്ല നിങ്ങൾക്ക്, അതുപോലെ തന്നെ നല്ല വൃത്തിയിൽ പിരിച്ചു കൊടുക്കുക. ഓക്കെ, പിരിച്ചതിൻ്റെ ശേഷം നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ അക്രിലിക് ഫ്ലവർ അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അത് നമ്മളിതാ 2 ഗിയർ വയറിൻ്റെ ഉള്ളിൽ കൂടെ വേണം കയറ്റി കൊടുക്കുക കേട്ടോ. 2 ഗിയർ വയറും അതിനുള്ളിൽ കൂടെ വേണം പോകാൻ. എന്നിട്ട് നമ്മളത് ആ ബീഡ്സിൻ്റെ അവിടേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ അടിയിലേക്ക് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് പിടിക്കുക കേട്ടോ. അടിയിലത്തെ ഗിയർ വയർ നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മളതിൽ കുഞ്ഞൊരു ബീഡ്, ഞാൻ വൈറ്റ് ബീഡ് എടുത്താൽ നിങ്ങൾ ഏതിട്ടാലും കുഴപ്പമില്ല, കാണില്ല, അത് അടിയിൽ പോണതാണ്. അപ്പം അത് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി മാത്രം വെക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് നന്നായി പിരിച്ച് അതവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിക്ക് തന്നെ പിരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളത് കുറച്ചും കൂടി താഴത്തേക്ക് പിരിക്കേണ്ട ആവശ്യമുണ്ട്. അതിങ്ങനെ പിരിച്ചതിന് ശേഷം നല്ല രീതിക്ക് പിരിച്ച് കുറച്ചിങ്ങനെ താഴത്തേക്ക് നല്ല ഭംഗിയിൽ പിരിച്ച് കൊണ്ടുവരിക. അധികം വേണ്ട, ഞാനിതിൽ വീഡിയോയിൽ കാണിക്കുന്ന അളവ് ശ്രദ്ധിച്ചോളൂ. ഏകദേശം അത്ര തന്നെ പിരിച്ചാൽ മതി. ഈ പിരിക്കലാണ് കേട്ടോ നമ്മുടെ ഗിയർ വയർ യൂസ് ചെയ്യുന്ന ഒരുവിധ എല്ലാറ്റിൻ്റെയും ഹൈലൈറ്റ്. ഈ പിരിക്കലാണ്. ഈ പിരിക്കലിൻ്റെ വൃത്തി പോലെ ഇരിക്കും നമ്മളുടെ ഹെയർ വൈനും ടിയാരയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭംഗി കേട്ടോ. നല്ല വൃത്തിയിൽ പിരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ എല്ലാവരും നല്ല പോലെ പിരിച്ച് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഏകദേശം അത്രത്തോളം പിരിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മളിതുപോലെ സ്റ്റോൺസ് വെക്കാനുള്ള ഗ്യാപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഇത് എല്ലാ വീഡിയോയിലും കാണിക്കുന്ന കാരണം ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാതും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അങ്ങനെ ഗ്യാപ്പ് ഇടുന്നുണ്ട്. ഒരു 6 സ്റ്റോൺ വെക്കാനുള്ള ഗ്യാപ്പാണ് ഞാൻ ഇടുന്നത് കേട്ടോ. 6 നമ്മളൊരു ലീഫ് പോലെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 6 ലീഫ് വെക്കുന്ന പോലെയാണ് നമ്മൾ 6 സ്റ്റോൺസ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് ശേഷം രണ്ടും കൂടിയിട്ട് വീണ്ടും പിരിക്കുക. ഞാൻ ഓൾറെഡി കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാഞ്ഞത്. അതിന് ശേഷം ബാലൻസ് വരുന്ന ഗിയർ വയർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഇത് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ആദ്യം ചെയ്ത് വെച്ചത് ഒട്ടിയിട്ടുണ്ടാവും. ഗിൽട്ടർ ഫാബ്രിക് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടിക്കോളും. ഗിൽട്ടർ ഷീറ്റ് ആണെങ്കിൽ കുറച്ച് ടൈം കൊടുക്കണം നിങ്ങൾ, അതിന് ശേഷം ചെയ്താൽ മതി. അപ്പോൾ അത് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ, സ്റ്റോൺ വെച്ച് കാണുന്ന രീതിയിൽ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മീതെ നമുക്ക് സ്റ്റോൺസ് ഒട്ടിച്ചിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ സ്റ്റോൺസ് ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ കൊടുത്തേ പറ്റൂ. കാരണം നമ്മളത് പിടിച്ചിതാക്കുമ്പോൾ ആ സ്റ്റോൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും, അപ്പോൾ അത് അതിൻ്റെ ഭംഗി പോവും. അപ്പോൾ എല്ലാവരും സ്റ്റോൺ ഒട്ടിച്ചതിന് ശേഷം കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ കൊടുത്തതിന് ശേഷം മാത്രം ചെയ്താൽ മതി. ഞാൻ വീഡിയോയിൽ റെസ്റ്റ് ചെയ്യുന്ന ടൈമൊന്നും കാണിച്ചിട്ടില്ല, വെറുതെ ലാഗ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത്യാവശ്യം കുറച്ച് ടൈം ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റോൺസ് ഇങ്ങനെ. അപ്പോൾ നമ്മുടെ ഗിവ് അവേയുടെ കാര്യം ആരും മറക്കരുത് കേട്ടോ. നമ്മുടെ ഗിവ് അവേ നടക്കുന്നുണ്ട്, അതിന് പ്രൈസ് കിട്ടും. അതിൻ്റെ 3ാമത്തെ ക്ലാസ്സാണ് ഇത് കേട്ടോ. ഈ ക്ലാസ്സിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 3 ക്ലാസ്സുകൾ ആയി, ഇനി ഒരു 7 ക്ലാസ്സും കൂടി ഉണ്ടാവും. അപ്പോൾ ആ 7 ക്ലാസ്സും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ എല്ലാവരും ഗിവ് അവേയുടെ കാര്യം വിട്ടു പോകണ്ട. 5 പേർക്കാണ് നമ്മൾ ഗിവ് അവേയുടെ പ്രൈസ് കൊടുക്കുന്നത്. പ്രൈസ് എന്താണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ പല വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെയ്തുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ അറ്റാച്ച് ചെയ്യും. ഫസ്റ്റ് വീഡിയോ 3 വീഡിയോ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക്. അപ്പോൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ലിങ്ക് പോയി കണ്ടതിന് ശേഷം കാണുകയാണെങ്കിൽ നിങ്ങൾക്കും പ്രൈസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ വേറെ ഒന്നുമല്ല പ്രൈസായിട്ട് കൊടുക്കുന്നത്, കുറച്ച് മെറ്റീരിയൽസാണ്, ഹെയർ ആക്സറി മേക്ക് ചെയ്യാനുള്ള കുറച്ച് മെറ്റീരിയൽസാണ് 5 പേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കണ്ടില്ലേ, എല്ലാം ഒട്ടിച്ചു, നല്ല ഭംഗിയില്ലേ ഇപ്പോൾ കാണാൻ. അങ്ങനെ വീണ്ടും നമ്മളൊരു കഷ്ണം ഗിയർ വയർ കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ മേക്ക് ചെയ്ത് വെച്ചത് അതിൽ ഒട്ടിച്ചു കൊടുക്കുകയല്ല ചെയ്യണത്. നമ്മളൊരു വള്ളി കയറിപ്പോയതുപോലെ നമ്മൾ ഗിയർ വയർ യൂസ് ചെയ്തിട്ട് തന്നെ നമ്മളത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ക്ലിപ്പുമ്പോൾ ചെയ്യണം കേട്ടോ. നമ്മൾ ഗിയർ വയർ ഒരു റെഡ് വള്ളി പോലെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് റെഡ് ബീഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട്, കട്ട് ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചൊക്കെ ഉണ്ട് താഴത്തേക്ക് എടുത്തിട്ടതിന് ശേഷം നമ്മൾ അതിൽ കോർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. വേണ്ടവർക്ക് കുറച്ച് കൂടുതൽ തന്നെ ഗിയർ വയറിൽ കോർത്ത് വെക്കാം. അപ്പം അങ്ങനെ ഓരോ പ്രാവശ്യം കോർക്കണ്ട. ഞാനിങ്ങനെ ഓരോ ടൈമിലും ഇങ്ങനെ കോർത്ത് കൊടുക്കുക ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടതല്ലെങ്കിൽ ആദ്യം മൊത്തത്തിൽ കോർത്ത് വെച്ചതിന് ശേഷം നമ്മളങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. നമ്മൾ ഗം ഒഴിച്ച് ഒട്ടിച്ചാൽ ചിലപ്പോൾ അത് നിൽക്കണമെന്നില്ല. അതിനേക്കാളും സെക്യൂറായിട്ട് നിൽക്കാനുള്ള വഴിയാണ് നമ്മളിപ്പോൾ ഗിയർ വയർ യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നല്ല ടൈറ്റായിട്ട് നിൽക്കും ചെയ്യും, സെക്യൂറാണ്. നമുക്ക് പേടിക്കേണ്ട, നമുക്ക് കസ്റ്റമർക്ക് കൊടുത്താലും അത് പെട്ടെന്ന് അഴിഞ്ഞു പോകുന്നൊന്നും വിചാരിക്കേണ്ട, നല്ല സെക്യൂറായിട്ട് നിന്നോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കണ്ട് നോക്കുക. ഗിയർ വയറിൽ ഞാൻ ഇതുപോലെ കുറച്ച് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഗിയർ വയർ എടുത്തിട്ട് നമ്മുടെ ക്ലിപ്പിൻ്റെ ഈ ക്ലിപ്പിൻ്റെ ആ ഇതില്ലേ കുത്തുന്ന ഭാഗം, അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് അതങ്ങനെ എടുത്തിട്ട് ഞാൻ ഇതിങ്ങനെ കൊടുത്തിട്ട് അതുമ്മേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് പിരിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് പിരിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുത്തിട്ടുണ്ട്. കിട്ടില്ല, നന്നായിട്ട് പിരിച്ച് ടൈറ്റാക്കി വെച്ച് കൊടുക്കുക. പക്ഷെ അത് അങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഹെയറിൽ കുടുങ്ങാത്ത രീതിയിൽ വേണം നമ്മളത് വെച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ബാലൻസ് വരുന്നൊരു കുഞ്ഞൊരു മുന പോലത്തെ സംഭവം ഉണ്ടാവും, ബാലൻസ് വരുന്ന ഒരു ഇത്തിരി ഭാഗം, അത് നല്ല ടൈറ്റാക്കിയിട്ട് ഉള്ളിലേക്ക് വയ്ക്കുന്ന രീതിയിൽ വെക്കണം. ഹെയറിൽ കുടുങ്ങരുത്, ക്ലിപ്പ് കുത്തിക്കഴിഞ്ഞാൽ ഹെയറിൽ കുടുങ്ങാത്ത രീതിയിൽ വെക്കണം കേട്ടോ. അതിന് ശേഷം വീണ്ടും ബേഡ്സിലിട്ട് നമ്മളത് വള്ളി പോലെ അങ്ങനെ കെട്ടി കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. അവസാനമാകുമ്പോൾ വീണ്ടും ഇതുപോലെ
കുറച്ച് ബാലൻസ് അടിയിലേക്ക് നിർത്തിയതിന് ശേഷം വീണ്ടും ഈ വള്ളി ഇതാക്കിയതിന് ശേഷം അതിന് മൂന്നും കൂടിയിട്ട് ഗിയർ വയറിൻ്റെ പീസുകൾ കൂടിയിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോക്കുക അതിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ, ആ ഗിയർ നമ്മൾ ആ ചെയ്ത് വെച്ചതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കണ്ടോ ഒരു വള്ളി പടർന്നു പോയ പോലെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. നമ്മൾ വീണ്ടും ബീഡ്സ് കോർക്കുന്നുണ്ട്. ഇതാദ്യം ഞാൻ കോർത്ത് വെച്ചിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കോർക്കണ്ട. ഞാൻ അങ്ങനെ ചെയ്തില്ല, ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം അതുപോലെ വള്ളി ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. എനിക്ക് തോന്നി ലാസ്റ്റ് ഒരു ഗ്രീൻ കളറൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരുന്നു അല്ലേ. എൻ്റെ കയ്യിൽ ഗ്രീൻ കുഞ്ഞു ബീഡില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തൽക്കാലം റെഡ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. നിങ്ങൾ നന്നായിട്ട് കോമ്പിനേഷനായിട്ട് പോകുന്ന കളേഴ്സ് യൂസ് ചെയ്യാം, അപ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മുടെ ആ കട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഇതാ അവിടെ വെച്ചിട്ട് ഞാൻ കെട്ടി കൊടുക്കുക കേട്ടോ. അതിൻ്റെ അടിയിലേക്ക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുന്നുണ്ട്. നേരത്തെ ചെയ്ത പോലെ ഇതിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ടാണ് കെട്ടി കൊടുക്കുന്നത്. അവസാനം അത് വീണ്ടും അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും കൂടി എടുത്തിട്ട് അത് തമ്മിലാണ്ട് പിരിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ. നിങ്ങളതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് പിരിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഗിവ് അവേയിൽ പങ്കെടുക്കുക, എല്ലാവർക്കും സമ്മാനം കിട്ടട്ടെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരുണ്ടെങ്കിൽ ഒന്ന് കൂട്ടുകൂടുക.